വചനം 55. വാക്കർത്ഥം. വയഅ്ബുദൂന, അവർ ആരാധിക്കുന്നു, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ, മാ ലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാത്തതിനെ, വലാ യദുറുഹും, അവർക്ക് ഉപദ്രവവും ചെയ്യാത്ത, വകാനൽ കാഫിറു, അവിശ്വാസിയാകുന്നു, ആയിരിക്കുന്നു, അലാ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ മേൽ അഥവാ എതിരിൽ, വഹീറൻ, പിന്തുണ നൽകുന്നവൻ, പിന്തുണക്കാരൻ. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَنفَعُهُمْ وَلَا يَضُرُّهُمْ وَكَانَ الْكَافِرُ عَلَى رَبِّهِ ظَهِيرًا. അല്ലാഹുവിന് പുറമെ തങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ വസ്തുവെ അവർ ആരാധിക്കുന്നു. അവിശ്വാസി തൻ്റെ രക്ഷിതാവിനെതിരായി ദുർമാർഗത്തിന് പിന്തുണ നൽകുന്നവനായിരിക്കുകയാണ്. വചനം 56. വാക്കർത്ഥം. വമാ അർസൽനാക, നിന്നെ നാം അയച്ചിട്ടില്ല, ഇല്ലാ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടല്ലാതെ, വനദീറൻ, താക്കീതുകാരനും മുന്നറിയിപ്പ് നൽകുന്നവനും. وَمَا أَرْسَلْنَاكَ إِلَّا مُبَشِّرًا وَنَذِيرًا. നബിയെ, സന്തോഷവാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. വചനം 57. വാക്കർത്ഥം. ഖുൽ, പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, അതിന്, മിൻ അജ്രിൻ, ഒരു പ്രതിഫലവും, അഥവാ കൂലിയുടെ ഇനത്തിൽപ്പെട്ട ഒന്നും, ഇല്ല, ഒഴികെ, മൻ ശാഅ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ചെയ്യട്ടെ, അയ്യത്തഖിദ, ഉണ്ടാക്കുവാൻ, ഏർപ്പെടുത്തുവാൻ, ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീലൻ, വല്ല മാർഗവും, ഒരു വഴി. قُلْ مَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِلَّا مَنْ شَاءَ أَنْ يَتَّخِذَ إِلَى رَبِّهِ سَبِيلًا. പറയുക, ഇതിൻ്റെ അഥവാ ഈ ദൗത്യനിർവഹണത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ആരെങ്കിലും തൻ്റെ രക്ഷിതാവിങ്കലേക്ക് ഒരു മാർഗമുണ്ടാക്കി വെക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ എന്നല്ലാതെ. 55 മുതൽ 57 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഒരു വസ്തുവെ ആരാധിക്കുന്ന പക്ഷം അതുമൂലം എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിക്കുവാനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ ആരാധിക്കാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ദോഷം ബാധിക്കുവാനുണ്ടാകണം. രണ്ടുമില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നത് വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണ്? എന്നിട്ടും ഈ അവിശ്വാസികൾ ചെയ്യുന്നത് അതാണ്. സ്രഷ്ടാവും പരിപാലകനും പരമകാരുണികനുമായ അല്ലാഹുവിൻ്റെ മുകളിൽ പ്രസ്താവിച്ചതുപോലെയുള്ള എത്രയോ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും കണക്കറ്റ ദൃഷ്ടാന്തങ്ങൾ കണ്ടും കൊണ്ടു തന്നെയാണ് അവരും ജീവിക്കുന്നത്. അതെല്ലാം അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞ് അല്ലാഹുവിനെതിരിൽ പിശാചിൻ്റെയും അവൻ്റെ കക്ഷിക്കാരുടെയും പക്ഷത്തു ചേർന്ന് അവരുടെ മാർഗത്തിൽ സമരം നടത്തിക്കൊണ്ട് അവർക്ക് പിന്തുണ നൽകുകയാണ് അവിശ്വാസികളുടെ ജോലി. ബലം പ്രയോഗിച്ച് നിർബന്ധപൂർവം ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടില്ല. വിശ്വസിച്ചവർക്ക് അല്ലാഹുവിങ്കൽ അതിമഹത്തായ പ്രതിഫലമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധിച്ചവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി താക്കീത് ചെയ്യുവാനുമാണ് അവിടുന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കവിഞ്ഞ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് 56-ാം വചനം ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യവും പ്രീതിയും ലഭിക്കുവാനും അവൻ്റെ സാമീപ്യം സമ്പാദിക്കുവാനും ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അവരത് ചെയ്തുകൊള്ളുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആവശ്യപ്പെടുന്നത് വാസ്തവമാണ്. ഈ ആവശ്യാർത്ഥം ദാനധർമ്മങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് ഉപദേശിക്കുന്നുമുണ്ട്. അതാണ് അവിടുന്ന് ചെയ്യേണ്ടതും. ഇതല്ലാതെ എത്രയോ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് നിർവഹിച്ചു വരുന്ന പ്രബോധനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഫലമോ സ്വാർത്ഥമോ തിരുമേനി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വല്ല ആവശ്യവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുന്നതിൽ ജനങ്ങൾക്കൊരു ന്യായം പറയുവാനുണ്ടായിരുന്നു. ഈ വസ്തുത അവരെ ഓർമ്മപ്പെടുത്തുവാനാണ് 57-ാം വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നത്. തുടർന്നുള്ള വചനം തിരുമേനിക്ക് കൂടുതൽ മനഃശാന്തിയും ധൈര്യവും നൽകുന്നു.